പല വിട്ടുവീഴ്ചകൾക്കും പല ഒക്കെ തയ്യാറായിട്ടാണ് പലരും സിനിമയിൽ അഭിനയിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യുന്നവരാണോ ചേട്ടാ വീണ്ടും അതിലേക്ക് വരാനും അഭിനയിക്കാനും അവസരങ്ങൾ കിട്ടുന്നത്? ഇവരുടെ എല്ലാം ഒരു പ്രീതി പിടിച്ചു പറ്റുക, അവർക്കൊക്കെ ഒരു വേണ്ടപ്പെട്ട ഒരാളായി മാറുക എന്നൊക്കെ ഉള്ളത് അതിനകത്ത് സ്വാഭാവികമാണ്. അങ്ങനെ അല്ലാത്തവർക്ക് അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടാറുണ്ട്. ജസ്റ്റിസ് ഹേമ അടിവരയിട്ട് അത് ഉറപ്പിച്ച് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ രംഗത്ത് ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തി. ഏത് ആരോപണങ്ങൾ ആരുന്നയിച്ചാലും അതിൻ്റെ സത്യാവസ്ഥ, അതിൽ സത്യമുണ്ടാകാം, ചിലപ്പോൾ അർദ്ധസത്യങ്ങളുണ്ടാകാം, അസത്യവുമാകാം. സത്യമുണ്ടെങ്കിൽ അത് അന്വേഷണം ഉണ്ടാവുകയും അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ഇവിടെ നിയമവ്യവസ്ഥയുണ്ടല്ലോ. ഇതിനകത്തുള്ള പല മൊഴികളും ഒരുപാട് പേരുടെ സ്വകാര്യതകളുടെ വലിയ വെളിപ്പെടുത്തലുകളാണ്. സ്ത്രീകൾ സിനിമാ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഈ 2024 ഓരോ സിനിമയുടെ ലൊക്കേഷനുകളിലും സംഭവിക്കുമായിരുന്നില്ലേ? ഇതുപോലുള്ള ഒരുപാട് കഥകൾ, പീഡനങ്ങളുടെ കഥകൾ, ചൂഷണങ്ങളുടെ കഥകൾ, സ്ത്രീകൾ ഒരുപാട് അപമാനിതരായ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവർക്ക് വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല എന്നൊക്കെ പറയും. ചില സെറ്റുകളിലൊക്കെ സത്യമാണ്. പവർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് കാലം കാത്തിരുന്നൊക്കെ ആയിരിക്കും ഒരു സൂപ്പർ താരത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ ആ താരത്തിന് അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടങ്ങളുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ചില സൗഹൃദങ്ങളും. ഓരോ സിനിമയിലും ഇങ്ങനെയൊക്കെയുള്ള ചില അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അമ്മ എന്ന സംഘടനയെക്കുറിച്ച്, അത് എല്ലാവരും കൂട്ടരാജിവെച്ചതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഴുവൻ പേരും ഒന്നടങ്കം രാജിവെക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഞാൻ പറയും. നമ്മൾ ഒന്നിനോട് ഒളിച്ചോടേണ്ട കാര്യം എന്താ? സഹപ്രവർത്തകരുടെ പേരുകൾ ഇതിൽ ഒരുപാട് നമ്മൾ ഇടയ്ക്കും മുറയ്ക്കും മണിക്കൂറുകളുടെ ഇടയിലും കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഞെട്ടിയോ? എല്ലാവരും വിശുദ്ധരാണ്. സിനിമയിൽ കുറച്ച് പേര് മാത്രമാണ് ഇങ്ങനെ കുറേ പാപികൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതും. ഇതിനകത്ത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കുറേ അംശമുണ്ട്. ഈ അഡ്ജസ്റ്റ് ചെയ്യണം, വഴങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നതും അത് ചർച്ചയായതുമൊക്കെ ഒരു സ്ത്രീയുടെ പോരാട്ടമാണ്. പുറത്തുവിടാൻ ചിലപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടാവാം. പുറത്തുവിട്ടു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ കസേരയും നഷ്ടപ്പെട്ടു. ഗവൺമെൻറ്റിന് ഇതൊരു വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയായി. ഒരുപാട് കല്ലുകൾ ഗവൺമെൻറ്റിൻ്റെ നേർക്ക് പലരും എറിയുന്നുണ്ട്. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടനും എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മറ്റൊരു മുഖം, എഴുത്തുകാരനും അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ VC വൈസ് ചെയർമാനും കൂടിയാണ് പ്രേംകുമാർ ഏട്ടൻ. നമസ്കാരം ഏട്ടാ. നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് വെൽക്കം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു തുടക്കത്തിൽ പറഞ്ഞത് ആദ്യം ഞാനൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ നമ്മുടെ ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ ഇടതാലത്ത് കേട്ടപ്പോൾ, പക്ഷേ മലയാള സിനിമയ്ക്ക് ഇതെന്ത് പറ്റി? എല്ലാ കാലങ്ങളിലും നമ്മൾ കേൾക്കുന്ന വിഷയങ്ങളാണ്. കാര്യം ഒരു തുല്യനീതി എന്ന് പറയുന്നത് പലപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. നമ്മൾ ഒരുപാട് സാമൂഹ്യ നവോത്ഥാനവും സ്ത്രീകളുടെ വലിയ മുന്നേറ്റവും ഒക്കെ സംസാരിക്കുമ്പോൾ പോലും ഇന്നും പലയിടങ്ങളിലും സ്ത്രീകൾ അപമാനിതരാകുന്നു, ആക്രമിക്കപ്പെടുന്നു, പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം പോലും ഉടനീളം, രാജ്യത്തുടനീളവും ഒക്കെ പല തരത്തിൽ സ്ത്രീകൾ ഇങ്ങനെ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ സാമൂഹ്യ സുരക്ഷയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് വലിയ സംരക്ഷണ കവചവും ഒരുക്കുന്ന നിയമ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു ഇടം തന്നെയാണ്. ഇവിടെ സ്ത്രീക്കൊരു പ്രശ്നമുണ്ടായാൽ, സ്ത്രീകൾക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ, സ്ത്രീകൾ എവിടെയെങ്കിലുമൊക്കെ ചൂഷണത്തിന് വിധേയരായാൽ ആ സ്ത്രീകളുടെ ശബ്ദമായി ഇന്ന് പൊതുസമൂഹം മുഴുവൻ, മാധ്യമങ്ങൾ മുഴുവൻ, മനുഷ്യർ മുഴുവൻ അവരോടൊപ്പം നിന്ന് പോരാടുന്ന, അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിർഭയരായി അവർക്ക് ഏതെങ്കിലും തൊഴിലിടങ്ങളിലോ എവിടെയെങ്കിലും, തൊഴിലിടങ്ങളിൽ മാത്രമല്ല കുടുംബങ്ങളിൽ തന്നെ എന്തെങ്കിലും ഒരു പീഡനം, ഒരു അവഹേളനം, അവരുടെ നേർക്കൊരു അതിക്രമം ഉണ്ടായാൽ അവർ ഈ അപമാനഭാരത്തിലിങ്ങനെ കുനിഞ്ഞിരുന്ന് എവിടെയെങ്കിലും ഇരുണ്ട മൂലകളിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല. നമ്മൾ ഈ അതിജീവിതമാരെന്നോ ഒക്കെ പറയുന്ന, അങ്ങനെയൊക്കെ ഇരകളെന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്നവർ, അതൊന്നുമില്ല. അവരൊക്കെ ശരിക്കും സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ വെറും ഒരു വ്യക്തിയല്ല. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അവരൊരു വലിയ ശക്തിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും പക്ഷേ സ്ത്രീകൾ അവരുടെ ശക്തി തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവരുടെ ശക്തി തിരിച്ചറിയുകയും എന്തെങ്കിലും ഒരു അപമാനം നേരിട്ടാൽ അവർ ധൈര്യമായി പൊതുസമൂഹത്തിൽ വരികയും, അത് പരാതിപ്പെടേണ്ട വേദികളിലുണ്ടെങ്കിൽ ധൈര്യമായി പരാതിപ്പെടുകയും, പലപ്പോഴും ആ സംഭവം അങ്ങനെ ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും വേണം. ഒരു നടി, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരി ആക്രമിക്കപ്പെട്ടൊരു സംഭവം 2017 ഉണ്ടായതിനെ തുടർന്നാണല്ലോ
ഗവൺമെൻറ്റും ഈ രംഗത്ത് സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, അതേക്കുറിച്ച് സമഗ്രമായി പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി നിയോഗിച്ചതും അതിൻ്റെ റിപ്പോർട്ടുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് കിടക്കാം. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതും ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നതും അത് ചർച്ചയായതുമൊക്കെ ഒരു സ്ത്രീയുടെ പോരാട്ടമാണ്. അവരൊരിക്കലും ഒളിച്ചിരുന്നില്ല. അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയും സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അവരങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറായി. അവർ പരാതി കൊടുത്തു, അന്വേഷണം നടന്നു. ഇന്നിപ്പോൾ ഒരു കൊടും ക്രിമിനൽ ജയിലിൽ കിടക്കുകയാണ്. അതിൻ്റെ തുടരന്വേഷണങ്ങൾ നടക്കുന്നു. അത് നിയമപരമായ ഒരു നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ അവരുടെ ഒരു പോരാട്ടത്തിനൊരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവരൊറ്റയ്ക്ക് നിന്ന് പൊരുതി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നീട് WCC പോലുള്ള സംഘടനകൾ വന്നു. അവർക്ക് ഒരു വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് മനുഷ്യർ മുഴുവൻ, കേരളത്തിൻ്റെ മനസാക്ഷി മുഴുവൻ അവരോടൊപ്പം നിന്നു. അവരുടെ ആ പോരാട്ടത്തിൽ പങ്കാളികളായി. ഇപ്പോൾ അവർ ആ ഒരു കരുത്തോടെ മുന്നോട്ട് പോവുകയാണ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, 2017 അങ്ങനെ ഒരു അതിജീവിതം ഉണ്ടാകുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ വന്നതും നമ്മൾ ആ ഒരു റിപ്പോർട്ട് ഇപ്പോഴറിഞ്ഞതും. അന്നൊരു പക്ഷേ 2017 അതിജീവിതം ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ ഒരു കേസ് ഉണ്ടാകാതിരിക്കുകയും പുറത്തു വരാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിശബ്ദമായി വർഷാവർഷങ്ങളായി സ്ത്രീകൾ സിനിമാ രംഗത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം ഈ 2024 നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഓരോ സിനിമയുടെ ലൊക്കേഷനുകളിലും സംഭവിക്കുമായിരുന്നില്ലേ, പുറത്ത് പറയാതെ? തീർച്ചയായും. ഞാനൊക്കെ സിനിമയിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പോൾ വരുമ്പോഴും ഇതുപോലുള്ള ഒരുപാട് കഥകൾ, പീഡനങ്ങളുടെ കഥകൾ, ചൂഷണങ്ങളുടെ കഥകൾ, സ്ത്രീകൾ ഒരുപാട് അപമാനിതരായ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത്തരം ഒരുപാട് കഥകൾ അന്നും ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. അപ്പോൾ പലതും നമ്മൾ ഒരു ഭാവനാ സൃഷ്ടിയെന്നോ അല്ലെങ്കിൽ അത് ഊഹാപോഹമായിരിക്കുന്നോ കെട്ടുകഥയായിരിക്കുന്നോ ഒക്കെയാണ് പലപ്പോഴും ധരിച്ചിരുന്നത്. ഞാനിപ്പോൾ പലപ്പോഴും പറയാറുള്ളൂ, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, സ്ത്രീകൾ, നല്ല സൗഹൃദമാണ്. പക്ഷെ അവരാരും തന്നെ എന്നോടൊന്നും അത്തരം തിക്താനുഭവങ്ങളെക്കുറിച്ച് ഒരിക്കലും എൻ്റെ ഈ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോ എന്നോ അങ്ങനെ നേരിട്ടൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഇതാണ്. സ്ത്രീകൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനൊക്കെ ഒരു എന്തോ അവർക്കൊരു ഡെലിക്കസി ഉണ്ട്. പക്ഷെ അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് സർക്കാരിൻ്റെ ഒരു വലിയ മാതൃകാപരമായ ഒരു നടപടിയാണ്, ധീരമായ നടപടിയാണെന്ന് ഞാൻ പറയും. കാരണം ഈ കേരളത്തിന് പുറത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് നേരെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അവിടെ എങ്ങും ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനോ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനോ അത് പുറത്തുവിടാനോ ഒന്നും ഇന്നുവരെ നടന്നിട്ടില്ല. അപ്പോൾ കേരള സർക്കാർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് വളരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അതിൻ്റെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രേംകുമാർ ഏട്ടൻ. അതുകൊണ്ട് തന്നെ ആ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്ത് നിന്നും എത്രമാത്രം പ്രഷർ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നായിരുന്നു? അതോ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞതുപോലെ? അത് ചലച്ചിത്ര അക്കാദമിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ചെയ്യാൻ പറ്റില്ല. ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമാണ്. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു സ്ഥാപനം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിന് വിധേയമായിട്ട് മാത്രമേ ഈ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിക്ക് പ്രവർത്തിക്കാനാവും. അപ്പോൾ അക്കാദമിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിൻ്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അക്കാദമിയുടെ ഒരു വലിയ സഹായവും സഹകരണത്തോടും കൂടി തന്നെയാണത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ഇപ്പോൾ പൊതുസമൂഹം ഇതൊരു വലിയ വിഷയമായിട്ട് ഏറ്റെടുക്കുകയും മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വിവരാവകാശ കമ്മീഷനിലേക്ക് ഇത് പോകുന്നു. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ഇതിനകത്ത് സ്വകാര്യതകളെ ബാധിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്, അതിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഇത് പൊതുസമൂഹത്തിലേക്ക് വിട്ടോളൂ, അത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റായിട്ട് തന്നെ വരട്ടെ എന്ന് ഇപ്പോൾ ഒരു ഉത്തരവ് വരികയും അതിനെതിരെയും ചില അപ്പീലുകളും തടസ്സങ്ങളും ഒക്കെ ചിലരൊക്കെ പോയി. പക്ഷേ ഗവൺമെൻറ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആ ഉത്തരവിനെയെല്ലാം മാനിച്ച് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇതുമൊക്കെ മാനിച്ച് നിയമപരമായി അതിപ്പോൾ പുറത്തുവിട്ടു. അപ്പോൾ ഗവൺമെൻറ്റിനെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇത് ഉചിതമായ ഇതിനും ഉചിതമായ ഒരു സമയമുണ്ട്. അപ്പോൾ ഇത് പുറത്തുവിടേണ്ടി വന്നു, പുറത്തുവിട്ടു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ കസേരയും നഷ്ടപ്പെട്ടു. അല്ല, അത് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല. അക്കാദമിയിലെ ചെയർമാൻ രാജിവെച്ചത് ഒരു ബംഗാളി നടിയുടെ ഒരു ആരോപണം വന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചു. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ രാജിവാർത്ത പുറത്ത് വന്നപ്പോൾ തന്നെ ഞാൻ ശ്രീ രഞ്ജിത്തിന്, എൻ്റെ നല്ല സുഹൃത്താണ് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് കരുതിക്കൂട്ടി എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിച്ചു.
ഇതിൽ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഞാനിത് നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. അത് എൻ്റെ ഒരു വ്യക്തിപരമായ എനിക്കുണ്ടായ ഒരു ഡാമേജിന് അത് പരിഹരിക്കാൻ എനിക്കത് ആവശ്യവുമാണ്. അതിന് ഞാൻ ഏതൊട്ടും ഒരു നിയമ നടപടിക്ക് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഗവൺമെൻറ്റിന് ഇതൊരു വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയായി. ഒരുപാട് കല്ലുകൾ ഗവൺമെൻറ്റിൻ്റെ നേർക്ക് പലരും എറിയുന്നുണ്ട്. ആ കല്ലുകളിൽ ഒന്നിൻ്റെ പേര് രഞ്ജിത്ത് എന്നാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഞാൻ രാജിവെക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ടെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് സംശയിക്കുന്നുണ്ട്. അദ്ദേഹം അത് തെളിയിക്കുമെന്ന് കരുതാം. കഴിഞ്ഞ ദിവസം മറ്റൊരു യുവാവും അദ്ദേഹത്തിനെതിരെ വളരെയധികം വിചിത്രമായി നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അവിശ്വസനീയമായിട്ട് അതിനെക്കുറിച്ച് എന്താ പ്രേംകുമാർ? അതൊക്കെയാണ്, ഇതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ഗൂഢാലോചനകളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ ഇത്തരം എന്ത് വെളിപ്പെടുത്തലുകൾ വന്നാലും ഏത് ആരോപണം ഉണ്ടായാലും ആരോപണങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. ഏത് ആരോപണങ്ങൾ ആരുന്നയിച്ചാലും അതിൻ്റെ സത്യാവസ്ഥ, അതിൽ സത്യമുണ്ടാകാം, ചിലപ്പോൾ അർദ്ധസത്യങ്ങളുണ്ടാകാം, അസത്യവുമാകാം. എന്ത് തന്നെയായാലും ശരി, അത് അന്വേഷണം ഉണ്ടാവുകയും അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ഇവിടെ നിയമവ്യവസ്ഥയുണ്ടല്ലോ, അതിന് വിധേയമായിട്ട് അതിൻ്റെ ശിക്ഷാ നടപടികളെല്ലാം ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനകത്ത് ആരെയും അങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയൊന്നും ഗവൺമെൻറ്റിനില്ല. അങ്ങനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ആരെയും. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷ അനുഭവിക്കാമല്ലോ. അതിന് അത് നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെയല്ലേ. ഇനി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിയ അല്ലെങ്കിൽ താരങ്ങളെല്ലാം ജനങ്ങൾ അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു തലയിലേന്തി നടന്നിട്ടുന്ന ഒരു ദിവസങ്ങൾക്ക് മുമ്പ് വരെയും അങ്ങനെ തന്നെയായിരുന്നു. താരങ്ങളെല്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ പേര് പോലും എടുത്ത് നമുക്ക് പറയണ്ട, അമ്മ എന്ന സംഘടനയിൽ ഉൾപ്പെടെ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വരുമ്പോൾ തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ താരം എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഏത് ഡ്രസ്സിലാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ കാണാൻ, ആ മിന്നിത്തിളങ്ങുന്ന താരങ്ങളെ കാണാൻ നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരുന്നതാണ്. പക്ഷേ ഇന്ന് ആ സംഘടനയുടെ അധപ്പതനം എന്നൊക്കെ പറയുന്നത് വളരെ വ്യക്തമായി നമ്മുടെ കൺമുന്നിൽ കാണും. അപ്പം സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്, അപ്പം നമ്മൾ ഇത്രയും ആരാധിച്ച താരങ്ങൾ ഒന്നടങ്കം പറയുകയാണ്, ഒന്നോ രണ്ടോ പേരുടെ മേൽക്കാണ് ഒരു ആരോപണം ഉണ്ടായതെങ്കിൽ, പക്ഷേ ഇന്ന് ഒന്നടങ്കം സിനിമാ മേഖലയെ ജനങ്ങൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന സംഘടനയെക്കുറിച്ച് അത് എല്ലാവരും കൂട്ടരാജി വെച്ചതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, ആ സംഘടനയിലൊരു കൂട്ടരാജിയെക്കുറിച്ചിട്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനകത്ത് കുറ്റാരോപണ വിധേയരായവർ രാജിവെക്കണം. അതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. അത് ഏറ്റെടുത്തിട്ട് സെക്രട്ടറിയൊക്കെ ആദ്യം തന്നെ രാജിവെച്ചു. അതൊക്കെ നല്ല മാതൃക തന്നെയാണ്. അതിനെ തുടർന്ന് മറ്റു ചിലരുടെ പേരിൽ കുറ്റാരോപണങ്ങൾ വന്നു, അവരും ഒഴിഞ്ഞു നിൽക്കട്ടെ. പക്ഷേ അതിൻ്റെ പേരിൽ ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. അമ്മ എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കഴിഞ്ഞ ജൂണിലാണ്, അതെ, എല്ലായിടത്തു നിന്നും കേരളത്തിനും പുറത്തു നിന്നുമൊക്കെ ഒരുപാട് പേർ വളരെ ബുദ്ധിമുട്ടി ട്രാവൽ ചെയ്തൊക്കെ അവിടെ വന്ന് ഈ ഒരു ഇലക്ഷൻ നടന്നിട്ട് എല്ലാവരും വോട്ട് ചെയ്തിട്ട് ജനാധിപത്യത്തിൻ്റെ വലിയ മാതൃകയായിട്ട് കുറേ പേര് നമ്മൾ ജയിപ്പിച്ചു. അതിനകത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമാരും ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും, കുറേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും. ഇതിൽ കുറച്ച് പേരുടെ പേരിൽ മാത്രമാണ് ആരോപണം വന്നിട്ടുള്ളത്. അവർ മാറി നിൽക്കട്ടെ, അന്വേഷണം നേരിടട്ടെ, അഗ്നിശുദ്ധി വരുത്തിയിട്ട് അവർ കുറ്റവാളികളല്ല എന്നുള്ള ഒരു ഇത് തെളിയിച്ച് അവർ തിരിച്ചു വരട്ടെ. അതല്ലേ മാതൃക. ഇത് ഒന്നടങ്കം എല്ലാവരും ഈ ജനറൽ കൗൺസിൽ അംഗങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുഴുവൻ പേരും ഒന്നടങ്കം രാജിവെക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഞാൻ പറയും. ഇത് ഈ വോട്ട് ചെയ്തവരോടുള്ള ഒരു അവഹേളനം കൂടിയാണ്. അതിനകത്ത് ആരോപണം വിധേയർ മാറി നിന്നിട്ട് മറ്റുള്ളവർ തുടരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തുടരണമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള രാജിവെച്ച ഒഴിവുകളിലേക്ക് പുതിയ ആൾക്കാരെ അവിടെയും ജനാധിപത്യപരമായ മാതൃകയിലൂടെ അത് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലത് ഒന്നടങ്കം എല്ലാവരെയും ഒന്നിച്ചൊരു ബലിയാടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം അതൊട്ടും ആശ്വാസ്യമായിരുന്നില്ല, സംഘടനയ്ക്ക് ഒട്ടും ഗുണകരമായിരുന്നില്ല എന്നാണ് ഞാൻ. ഇപ്പം തന്നെ കുറച്ച് പേര് ഞങ്ങൾ രാജിവെച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ആവശ്യമില്ല. ആദ്യം തന്നെ ഇത് അങ്ങനെ ഒരു രണ്ടഭിപ്രായം ഇതിനകത്ത് ഉണ്ടാകാതെ ആരോപണ വിധേയർ സ്വയം മാറി നിന്നാൽ അത് കുറച്ചുകൂടി ഒരു നല്ല മാതൃകയാകുമായി. ഏതായാലും പ്രേംകുമാർ ഏട്ടൻ്റെ ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന, തോളോട് തോൾ ചേർന്ന് ചിലപ്പോൾ ഒരുമിച്ചായിരിക്കാം, മുന്നേ വന്നതായിരിക്കാം, പിന്നീട് വന്നതായിരിക്കാം, അങ്ങനെയുള്ള സഹപ്രവർത്തകരുടെ പേരുകൾ ഇതിൽ ഒരുപാട് നമ്മൾ ഇടയ്ക്കും മുറയ്ക്കും മണിക്കൂറുകളുടെ ഇടയിലും കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഞെട്ടിയോ? ഞെട്ടലല്ല, അതൊരു വലിയ വിഷമമാണ്. ഭയങ്കര ഒരു എന്താ, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നവരല്ലേ അവരൊക്കെ. അപ്പോൾ അവരൊക്കെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ വിചാരണകൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഇത് ജനകീയ വിചാരണ, മാധ്യമ വിചാരണയൊക്കെ നടക്കുമ്പോൾ ഒരു വലിയ വിശുദ്ധരായ ഒരു സമൂഹം ഇങ്ങനെ ചുറ്റിലും നിന്നുകൊണ്ട് എല്ലാവരും വിശുദ്ധരാ,
സിനിമയിൽ കുറച്ച് പേര് മാത്രമാണ് ഇങ്ങനെ കുറേ പാപികൾ എന്ന രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതും വിചാരണകൾ നടക്കുന്നതും. ബാക്കി എല്ലാ മനുഷ്യരും വിശുദ്ധരാണ്. സിനിമാ പ്രവർത്തകരായിട്ടുള്ള കുറച്ച് പേർ മാത്രമാണ് ഏറ്റവും വലിയ നികൃഷ്ട ജീവികളെപ്പോലെ കാണുന്ന ഒരു രീതിയിലേക്ക്, അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ പോലും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു വലിയ ശ്രമം, ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ മറ്റു മാധ്യമങ്ങളെ. ഈ ഒരു പാപിയായ ഒരു സ്ത്രീ, വളരെ നികൃഷ്ട ജീവിതം നയിച്ച പാപിനിയായ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ കല്ലുകളുമായി ഓടിക്കുന്ന, ആർത്തട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ട് ഓടിക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ, വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു വരികയാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ജനക്കൂട്ടം മുഴുവൻ നിശബ്ദമായി. അവരുടെ കൈകളിൽ നിന്ന് കല്ലുകളെല്ലാം താഴെ വീണു. ഒരാൾ പോലും കല്ലെറിയാൻ മുമ്പോട്ട് വന്നില്ല. അവർ മൗനമായിട്ട് ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ഇത് തെറ്റുകൾ പലർക്കുമൊക്കെ സംഭവിക്കാം, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതിന് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്, അതിന് വിധേയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ ഒരു വ്യക്തിയെ ഇങ്ങനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് അതൊരു എന്താണ്, അത് അവർ പിന്നെ ശരിക്കും നിരപരാധിയാണോ, യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ എന്നൊന്നും ഇപ്പോൾ അത് തിരിച്ചറിയാറായിട്ടില്ല. ഇങ്ങനെ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്നു, ഒരുപാട് നിരന്തരം ഓരോ ദിവസവും വരുന്നു. അവരെല്ലാം കുറ്റവാളികളാണെന്ന് ഒറ്റ ഇതിലങ്ങ് മുദ്രയടിക്കുന്ന തരത്തിൽ അത്തരമൊരു ഒരു ഒരു മാധ്യമ വിചാരണകളെക്കുറിച്ചൊക്കെ അത് ഈ ഒരു പലപ്പോഴും മാധ്യമങ്ങൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടും ശ്ലാഘിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾ നിരന്തരം നിർഭയമായി അവരിങ്ങനെ ഒരു നിതാന്ത ജാഗ്രത പുലർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ സമൂഹം വളരെ സുരക്ഷിതമായി, അവർ ഏറ്റവും സുഖമായിട്ട് സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ഈ ഭൂമിയിൽ കഴിയുന്നത്, ഈ ലോകത്ത് കഴിയുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു വലിയ കാവൽക്കാരാണ്, അവർ വലിയ പോരാളികളാണ്. അവർ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികളും അതിക്രമങ്ങളും എല്ലാം അവരെ അറിയിക്കുകയും നിരന്തരം അവരെ അത് ബോധ്യപ്പെടുത്തുകയും അവരെ പ്രതികരണക്ഷമമാക്കാൻ അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ദൗത്യമാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. അതൊന്നും തർക്കമില്ല. പക്ഷേ ഇത്തരം ചില വർത്തമാനകാലത്തെ മാധ്യമ പ്രവർത്തനം പലപ്പോഴും അത് ഈ റേറ്റിംഗൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ആയി. ഇപ്പം മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോവും. ഇതൊരു എന്താണ് ഈ സെൻസേഷണലായിട്ടുള്ള അത്. പക്ഷേ അതിനകത്ത് ഈ പിന്നെ കുറേ നിരപരാധികളും ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടാവാം. ഈ പറയുന്ന എല്ലാം സത്യമാണ്, ഈ പിന്നെ ആരോപണം ഉന്നയിച്ചത് മുഴുവൻ അതാണ് പരമമായ സത്യം എന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ കുറേ അംശമുണ്ട്. ഇതിനകത്ത് പല രീതിയിൽ പിന്നെ കാശ് തട്ട ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് വെച്ചിട്ട് ഒരാളെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അയാൾ ഇതാണെന്ന് പറഞ്ഞ് ക്രൂശിക്കുക, അയാളും അയാളുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരാരും ഒരു എന്താണ് പിന്നെ ഈ കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. പക്ഷെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഇപ്പോൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നതാണ് നമ്മുടെ നിയമസംഹിതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാതലെന്ന് പറയുന്നത്. അവർ കുറ്റക്കാരാണെങ്കിൽ വരട്ടെ, അന്വേഷണം വരട്ടെ, തെളിയിക്കട്ടെ, ആർക്കാണ് എതിർപ്പ്? പക്ഷെ അതിനു മുമ്പ് ഇത്തരം വിചാരണകൾ നടത്തി അത് അവരെ എങ്ങനെ ക്രൂശിക്കുന്നത്, അത് വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എനിക്കത് വലിയ ഒരു ഞെട്ടലോ അതൊന്നുമില്ല, വലിയ വിഷമം തോന്നുന്നൊരു കാര്യമാണ്. നമ്മുടെ സഹപ്രവർത്തകർ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വല്ലാത്ത ഒരു വലിയൊരു സഹപ്രവർത്തകരെ കുറിച്ച് കേൾക്കുമ്പോൾ അതേപോലുള്ള സഹപ്രവർത്തകരാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയത്. ആ രണ്ടുപേരെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ഈ അതിജീവിതമാരെക്കുറിച്ചും അതുപോലെ ഈ കുറ്റവാളികളെന്ന് പറയുന്നവരെക്കുറിച്ചും കുറ്റാരോപിതരെക്കുറിച്ചും എല്ലാവരെയും ചേർത്ത് അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സഹപ്രവർത്തകരെന്ന് പറഞ്ഞത് ഇവരെല്ലാം കുറിച്ചാണ്. അവർക്കിങ്ങനെ ഒരു പീഡനം നേരിട്ടു എന്ന് കേൾക്കുമ്പോൾ, ഇങ്ങനെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ നമ്മളെ അത് വല്ലാതെ ഇതാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ ഈ എന്താണ് പീഡന വിധേയരായ അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ അത് ഒരു അന്വേഷണമൊക്കെ നടന്ന് അതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരണം. സജീവമായ അഭിനയ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരത്തിൽ ആരെങ്കിലും അസൗകര്യങ്ങൾ, ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, അത് ചിലപ്പോൾ സ്ത്രീകൾക്ക് പറയാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, എങ്ങനെ പോയി പറയും എന്നുള്ളത്, എന്നെ ഉപദ്രവിച്ചു എന്ന്. പക്ഷേ എനിക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി കിട്ടിയില്ല, എനിക്ക് വസ്ത്രം മാറാൻ ഒരു ഇടമില്ല എന്ന് അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? പല കഥകളും നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട്, പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അതിന് സാക്ഷികളോ
ഒന്നുമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ എനിക്കാവില്ല. പറയുന്നത് ആരാണ്? ഈ കേൾക്കുന്ന കഥകൾ പറയുന്നത് സഹപ്രവർത്തകർ, നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. എവിടെയെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ആൾക്കാർ സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വലിയ ഒരു സ്വാധീന മാധ്യമമല്ലേ. എങ്കിലും സിനിമാ രംഗത്തെ പല പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. പലപ്പോഴും ഈ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ചില സെറ്റുകളിലൊക്കെ ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവർക്ക് വസ്ത്രം മാറാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല എന്നൊക്കെ പറയും. ചില സെറ്റുകളിലൊക്കെ സത്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ അവസ്ഥകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടിൽ പറയുന്ന പരാമർശങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഒരു 5 വർഷം 10 വർഷം മുമ്പൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. അതിനുശേഷം നമ്മുടെ സിനിമയുടെ രീതികളൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ ഈ റിപ്പോർട്ട്, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ ഇത് പുറത്തുവിടാൻ ചിലപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടാവാം. വൈകി എന്നുള്ളത് ഈ പറഞ്ഞ കണക്ക് സാങ്കേതികമായ പല പ്രശ്നങ്ങളും കൊണ്ട് അത് സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ, റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഗവൺമെൻറ് അത് പരിശോധിക്കുകയും അതിൻ്റെ മേലുള്ള കുറേ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്തു. അത് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കത് പറയാൻ പറ്റും. ഒപ്പം ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരികയും കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണ സംഘത്തെയും സർക്കാർ നിയോഗിച്ചു. ആ അന്വേഷണ സംഘം ഇതിനകത്ത് നടന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, ഈ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷണം നടത്തുന്ന തരത്തിൽ റിപ്പോർട്ടിൻ്റെ വന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെ ഒരുപക്ഷെ അതിൻ്റെയും അന്വേഷണ പരിധിയിൽ വരുന്ന തരത്തിൽ അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ലെങ്കിലും സർക്കാർ ഇത് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഇത് നമുക്ക് ഇത്തരം കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സർക്കാർ ഒരു നിരുത്തരവാദപരമായി റിപ്പോർട്ടിനെ ഇങ്ങനെ പൂഴ്ത്തിവെച്ചു എന്നൊക്കെ പറയുന്നത് വളരെ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഹേമ കമ്മിറ്റിയുടെ ആ ഒരു റിപ്പോർട്ടിന് പ്രകാരം നമ്മൾ ആ 2017 ശേഷം അമ്മയിൽ നിന്ന് ഒരു വലിയ വിഭാഗം സ്ത്രീകൾ വളരെ ശക്തരായി മറ്റൊരു WCC എന്ന് പറയുന്ന ഒരു വലിയ വിങ് സ്റ്റാർട്ട് ചെയ്യുകയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് വരെയും അവരെ കല്ലെറിഞ്ഞവരാണ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്. അവർ ഒറ്റപ്പെടുകയും ചെയ്തു. പക്ഷേ കഴിവുള്ള കലാകാരികളിൽ അതിലുള്ളവരിൽ പലരും, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല, അവസരങ്ങൾ കുറഞ്ഞ ഒരുപാട് പേര് ആ ഒരു WCC എന്ന് പറയുന്ന പാനലിലുണ്ട്. പക്ഷേ എങ്കിലും കഴിവുള്ളവർ എന്ന് നമുക്ക്, എല്ലാവർക്കും കഴിവുണ്ടെങ്കിലും ചിലർക്ക് മാത്രം സിനിമകൾ കിട്ടുകയും ബാക്കിയുള്ളവരെല്ലാം അവർ തന്നെ തുറന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സിനിമയില്ല, അവസരങ്ങളില്ല, ഞങ്ങൾ WCCയിൽ വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. ആ ഒരു കലാകാരികളെക്കുറിച്ച്, അവരും കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണല്ലോ, അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകരാണല്ലോ, അവരെക്കുറിച്ച് എന്താണ്? അല്ലാതെ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഈ സിനിമയിൽ പല കാര്യങ്ങളും നമ്മൾ തുറന്നു പറഞ്ഞാൽ, നമ്മളൊരു യഥാർത്ഥത്തിൽ തോന്നുന്ന ചില സത്യമായ ചില കാര്യങ്ങൾ നമ്മൾ മുഖം നോക്കാതെ നമ്മൾ പറയേണ്ടി വന്നാൽ, അല്ലെങ്കിൽ പ്രതികരിച്ചാൽ പലപ്പോഴും അവസരങ്ങൾ കുറയും എന്നുള്ളത് സത്യമാണ്, അതൊരു വസ്തുതയാണ്. പലപ്പോഴും നമുക്ക് ഈ സിനിമയിൽ ഇപ്പോൾ ഇതിനകത്തൊരു പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഓരോ സെറ്റിലും ഇപ്പോൾ അവിടെ ഈ കോടികൾ മുടക്കുന്ന സംവിധായകൻ, അദ്ദേഹത്തിനൊരു മേൽക്കോയ്മയുണ്ട്. കാര്യം അദ്ദേഹം ഇത്രയും കാശ് മുടക്കി ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ആ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കണം, ആരഭിനയിക്കണ്ട, ഇതിനകത്ത് സാങ്കേതിക പ്രവർത്തകരാരായിരിക്കണം, ആര് സംവിധാനം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തീരുമാനിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനൊരു ഒരു അധികാരമുണ്ട്. ഒപ്പം ഒരുപാട് കാലം കാത്തിരുന്നൊക്കെ ആയിരിക്കും ഒരു സൂപ്പർ താരത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കനിവിലായിരിക്കും ചിലപ്പോൾ ആ സിനിമ ഇത് അതിൻ്റെ ഒരു നിർമ്മാണം ആരംഭിക്കുന്നത്. അപ്പോൾ ആ താരത്തിന് അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടങ്ങളുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ചില സൗഹൃദങ്ങളോ അവർ ഈ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് ചിലപ്പോൾ അദ്ദേഹം പറയും. അദ്ദേഹത്തിനൊരു അധികാരം അല്ലെങ്കിൽ ഒരു മേധാവിത്വം ഇവിടെ ഉണ്ടാകും. ഇനി ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ, ആ സിനിമ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്ന ആൾ ഒരുപാട് സക്സസ് ആയിട്ടുള്ള സിനിമകൾ സൃഷ്ടിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു അധികാരം. അപ്പോൾ അങ്ങനെയുള്ള ചില പവർ സെൻറ്റേഴ്സ്, ഒരു പവർ സ്ട്രക്ചർ, ഈ ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റിസ് ഹേമയുടെ ചിലപ്പോൾ ഒരു വിശേഷണ പദമായിട്ടൊക്കെ ആണ് കാണേണ്ടത്. അല്ലാതെ അങ്ങനെ ഒരു 15 അംഗ സംഘം സ്ഥിരമായി മലയാള സിനിമയെ മുഴുവൻ നിയന്ത്രിക്കുന്നു അവരുണ്ട് എന്ന് ഈ ഒരു വർത്തമാനകാല പശ്ചാത്തലത്തിൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഓരോ സിനിമയിലും ഇങ്ങനെയൊക്കെയുള്ള ചില അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അവരെയാണെങ്കിലും ഇങ്ങനെ വിളിക്കുന്നത് അല്ല, അത് ഓരോ സിനിമ. പക്ഷേ അവരാണ് സിനിമ മുഴുവൻ നിയന്ത്രിക്കുന്നു എങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു താരപരിവേഷവുമില്ലാത്ത കുറേ കൊച്ചു കുട്ടികളുടെ കുറേ സിനിമകൾ ഇപ്പോൾ വന്നില്ലേ, ഭയങ്കര സൂപ്പർ ഹിറ്റായ പ്രേമലു പോലെയുള്ള അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പോലെയൊക്കെയുള്ള എത്രയോ സിനിമകൾ, വലിയ ഹിറ്റുകളായി മാറിയ സിനിമകൾ, അത് മലയാളത്തിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സിനിമയെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കുമോ, ഉണ്ടാവുമോ? അപ്പോൾ അത് ഒരു ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. ഓരോ ഇടത്തും
അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല ഏത് മേഖലയിലും. അത് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പും പിൻപും എന്ന് പറയേണ്ടി വന്നാലോ? ഒരു പക്ഷേ റീസെന്റ് ആയിട്ട് വന്നതാണ് അത്തരം സിനിമകളെല്ലാം. അതൊരു പക്ഷേ കുറച്ച് മുമ്പൊക്കെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് അങ്ങനെ നിയന്ത്രിച്ചു. അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായ അങ്ങനെ ഒരു ബോധ്യമില്ല. പക്ഷെ ഒരുപാട് പേര് ഇപ്പോൾ തുറന്നു അങ്ങനെ തുറന്നു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നും നിലവിലുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. മുമ്പ് ഞാനൊക്കെ സിനിമയിൽ സജീവമായിരുന്ന സമയത്തും അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓരോ സെറ്റുകളിലും ഇങ്ങനെയുള്ള ചില താല്പര്യങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. അത് സിനിമയിൽ മാത്രമല്ല എവിടെയും അത്തരം ചില പവർ സ്ട്രക്ചേഴ്സ്, അധികാര കേന്ദ്രങ്ങൾ, ഒരു മേധാവിത്വമുള്ള വിഭാഗം, അതെല്ലാ തൊഴിലിടങ്ങളിലും അതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞൊരു വാക്കിൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുകയാണ്, ഇച്ചിരി അധികാരമുള്ള അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ഒരു താരത്തിൻ്റെ, ഒരു നടൻ്റെ, ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു സംവിധായകൻ, അങ്ങനെ അദ്ദേഹം വരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ട് കുറച്ച് താരങ്ങളെ അതിലേക്ക്, ചിലപ്പോൾ നടിയെ, അങ്ങനെ വരുന്നത് അത് ശരിയായ ഒരു രീതിയാണോ? അല്ല, അതിനെ നമുക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പറ്റുന്നത്? ഇതിനകത്തൊരു തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ തീരുമാനിക്കുന്നുണ്ട് ഒരു കഥാപാത്രത്തിന് ആരൊക്കെ വേണം. ഫോർ എക്സാമ്പിൾ അതിനകത്ത് അഭിനയിക്കുന്നവരെ കുറിച്ചാണ്. ഈ ഒരു കഥാപാത്രം ഇന്നയാൾ അഭിനയിക്കണമെന്ന് പറയും. അത് ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലൊരു അതിനെ പറ്റിയൊരു നടൻ്റെ ഒരു രൂപം ഉണ്ടാവും, സംവിധായകൻ്റെ മനസ്സിലുണ്ടാകും, ഒപ്പം നിർമ്മാതാവിന് ചില സെഷൻസ് ഉണ്ടാവാം. അതുപോലെ ഈ താരത്തിനും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദത്തിലുള്ള ഒരാളായാൽ നന്നായിരിക്കും അദ്ദേഹത്തിനും തോന്നാം. ഇതൊക്കെ അതൊന്നും തെറ്റാണോ അല്ലയോ എന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇതൊക്കെ ഓരോരുത്തരുടെ അവരുടെ ഒരു ഇടമാണ്. കാര്യം സിനിമയിൽ ഞാനത് എപ്പോഴും പറയുന്നത്, സിനിമയിൽ ആരും അവശ്യ ഘടകമല്ല. ഈ പ്രധാനപ്പെട്ട ഈ കുറേ വ്യക്തികൾ ഒഴിച്ചാൽ ബാക്കി ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല. സിനിമ ബാക്കി ഇതിനകത്ത് അഭിനയിക്കുന്ന മറ്റു താരങ്ങൾക്കൊക്കെ അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പല വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറായിട്ടാണ് പലരും സിനിമയിൽ അഭിനയിക്കുന്നത്. അങ്ങനെയുള്ളവർ ശരിക്കും അവരൊരു അസംഘടിതരെന്നോ അല്ലെങ്കിൽ അവർക്ക് വലിയ ശബ്ദമില്ലാത്തവരൊക്കെ ആയിട്ടുള്ളൊരു വലിയ വിഭാഗം സിനിമയിലുണ്ട്. അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അവരൊക്കെ അത്തരം സിനിമകളിൽ ഒഴിവാക്കപ്പെടുകയും അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് വസ്തുത തന്നെയാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവരാണോ ചേട്ടാ വീണ്ടും അതിലേക്ക് വരാനും അഭിനയിക്കാനും അവസരങ്ങൾ കിട്ടുന്നത്? ഇത് അങ്ങനത്തെ ഇതുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഇവരുടെ എല്ലാം ഒരു പ്രീതി പിടിച്ചു പറ്റുക, അവർക്കൊക്കെ ഒരു വേണ്ടപ്പെട്ട ഒരാളായി മാറുക എന്നൊക്കെ ഉള്ളത് അതിനകത്ത് സ്വാഭാവികമാണ്. അങ്ങനെ അല്ലാത്തവർക്ക് അവസരങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും നമുക്ക് ഒരു പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ തുറന്ന് പറഞ്ഞു തന്നിരിക്കും. അതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അവരുടെ ചില അടുത്ത സിനിമകളിൽ വിളിച്ചില്ല എന്ന് വരും. അതൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതിനൊന്നും പരാതി പറയാനൊന്നും ഞാനാണല്ല, പരാതി പറയാൻ പറ്റുകയില്ല. കാര്യം ഇത് അങ്ങനത്തെ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു മേഖലയല്ലല്ലോ ഇത്. ഞാൻ അവരെനിക്ക് വിളിച്ചൊരു അവസരം തന്നാൽ മാത്രമാണ് എനിക്കൊരു കിട്ടുക, ഒരു അഭിനേതാവെന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടെ ഒന്നുകിൽ വളരെ അച്ചടക്കമായിട്ട് ഒന്നും ശബ്ദിക്കാതെ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് തുറന്ന് പറഞ്ഞിട്ട് സിനിമയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. ഇത് സിനിമയുടെ കാര്യം മാത്രമല്ല, ഇത് എവിടെയാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു തൊഴിലിടത്തിൽ ആ തൊഴിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആൾക്കെതിരെ നിങ്ങളൊരു ശബ്ദം ഉയർത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ തൊഴിലിടത്തിൽ ഉണ്ടാവുമോ? ഒരിക്കലും. അത് നിങ്ങളൊരു മാധ്യമ സ്ഥാപനം ആയിക്കോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഫാക്ടറി ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയോ ആയിക്കോട്ടെ, അവിടെ അതാ ഒരു ചട്ടക്കൂട് അങ്ങനെയാണ്, നമ്മുടെ ഒരു വ്യവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ബലഹീനരെ വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ? നമ്മൾ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വഴങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഇപ്പം വല്ലാതെ നമ്മൾ അരോചകം ഉണ്ടാക്കുന്ന വാക്കുകളാണ്. എങ്കിൽ കൂടി ചോദിക്കുകയാണ്, അത്തരം വാക്കുകൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യണം, വഴങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ സ്പോട്ടിൽ പ്രതികരിക്കാൻ തയ്യാറാകണം. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകത്തേക്ക് എത്തിപ്പെടാൻ വരുന്ന എല്ലാം കൂടി പറഞ്ഞാൽ ഞാൻ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതിപ്പോൾ നിങ്ങൾക്കൊരു തിക്താനുഭവം ഉണ്ടായാൽ ആ സ്പോട്ടിൽ മറ്റുള്ളവരെ വിളിച്ചറിയിക്കുകയും അയാൾക്കെതിരെ പ്രതികരിക്കുകയും അയാളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്താൽ പിന്നെ ആ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, അത് മറ്റു പലരും അറിയുമ്പോൾ ഈ പുരുഷന്മാർ ഒരു തരത്തിൽ ഭീരുക്കൾ കൂടിയാണ്. അവർ വലിയ ആത്മാഭിമാനമുള്ളവരാണ്. അവരിത്തരം ചില കാര്യങ്ങളൊക്കെ പൊതുസമൂഹമൊക്കെ അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരിക്കലും അത് അവർ ആവർത്തിക്കില്ല. ഭീരുക്കളാണെങ്കിൽ ചെയ്യാതിരുന്നാൽ പോരെ? അല്ല, അതാണ്. അപ്പോൾ അത് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഒക്കെ സംഭവിച്ചു പോയാൽ പോലും അവിടെ സ്ത്രീകൾ ശക്തമായി പ്രതികരിക്കുകയും നമ്മളിപ്പോൾ ഈ ചെരുപ്പൂരി അടിക്കണമെന്നോ ഒക്കെ പ്രതികരിക്കണം. അവിടെ പ്രതികരിച്ചാൽ പിന്നെ അവിടെ തീരുമത്. പിന്നെ ഒരിക്കലും ആ സ്ത്രീയുടെ നേരെ കൈ ഉയർത്താൻ ഒരു പുരുഷനും തയ്യാറാകില്ല എന്ന് തന്നെയാണ്. അതൊരു പുരുഷൻ്റെ സൈക്കോളജി കൂടിയാണത്. അത്
ഒരിക്കലും ആ ഒരു അപമാനം പിന്നെ നേരിട്ട് പിന്നെ വീണ്ടും ഇതിന് ഒരിക്കലും ഒരു പുരുഷനും തയ്യാറാവില്ല. 13-23 വർഷം സ്ത്രീകളാണ് ആ കാര്യത്തിൽ ഒരു വലിയൊരു ശക്തി എടുക്കേണ്ടതും കാണിക്കേണ്ടതും. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന് ഇപ്പോൾ വെളിയിൽ സംസാരിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റ് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഒരു ആരോപണം ഉന്നയിക്കാൻ ആർക്ക് വേണം, എപ്പോഴും വേണോ ആരോപണം? അത് ആദ്യമേ ആവാമായിരുന്നല്ലോ. ആകാമായിരുന്നു. ഒരു പക്ഷേ അവർക്ക് അതിനൊരു ധൈര്യം കിട്ടിയില്ല. ഇപ്പോൾ അതിനൊരു ധൈര്യമുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ സർക്കാർ ഇങ്ങനൊരു ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിന് ശേഷം, അതിനാണ് ഞാൻ സർക്കാരിന് ആദ്യമേ ഇത് പറഞ്ഞത്. കാര്യം അങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തപ്പോൾ കൂടുതൽ സ്ത്രീകൾക്ക്, ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു സിനിമയുടെ ഒരു ചുരുങ്ങിയ പരിപ്രേക്ഷ്യത്തിലാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യുന്നത് സിനിമയിലെ കുറേ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച്, അവർക്കുണ്ടായ ഒരു അനുഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല. അത് ഉണ്ട്, തീർച്ചയായിട്ടും അത് മുഖ്യമായിട്ടും ഉണ്ടെങ്കിൽ പോലും ഇത് പൊതുസമൂഹത്തിലെ എല്ലാ തൊഴിലിടങ്ങളിലുമുള്ള സ്ത്രീകൾക്ക് കൂടിയുള്ള ഒരു കരുതൽ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും തൻ്റെടവും ധൈര്യവും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ അത് തുറന്നു പറയാനുള്ളൊരു ആർജവം അവരിൽ ഒരുക്കാനും ഒക്കെ ഈ റിപ്പോർട്ട് ഉപകരിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ അത് തൊഴിലിടങ്ങളിൽ മാത്രം, ഒരു കുടുംബത്തിലായാൽ പോലും ഒരു സ്ത്രീയുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അവിടെ അത് പ്രതികരിക്കാനും അത് പരാതിപ്പെടണമെങ്കിൽ പരാതിപ്പെടാനും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ നൽകാൻ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കഴിഞ്ഞു. അത് ഈ ഒരു വർത്തമാനകാലത്ത് സ്ത്രീകളുടെ ഒരു പുതിയ നവോത്ഥാനം പോലെ അത് മാറുകയാണ്. കാര്യം ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് നേരെ ഇനി ഒന്നും അങ്ങനെ ഒരു അതിക്രമത്തിന് പുരുഷന്മാർ തയ്യാറാകാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ രൂപപ്പെടുത്താൻ പോലും ഈ റിപ്പോർട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ.